എവിടെ ചെന്നാലും ഫുഡ് കിട്ടൊരു കളിയില്ല. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ഐക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കഴിച്ച ഫുഡാണ് ഇതൊക്കെ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് വയറ് നിറയെ കഴിക്കാനായിട്ട് അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് നമുക്ക് മുതലിക്കില്ല. അപ്പോൾ ഞാൻ ഈ ഷോ ഒക്കെ കാണിച്ച് നടന്നു പോകുന്നത് എൻ്റെ പുതിയ ഡ്രസ്സും പുതിയ ബാഗൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോ ഓഫാണ്. എങ്ങോട്ടേക്ക് റേഞ്ച് പോണേ? നമ്മൾ ബാംഗ്ലൂർ ഐക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാനും ഫസ്റ്റ് ടൈം. ജയ്മോളോ? ഈ ബാഗ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ബർത്ത്ഡേക്ക്. അഭിരാമി, മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഐക്കയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു കരിക്കിൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കരിക്കൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇതൊന്ന് വിസിറ്റ് ചെയ്യണം. കാരണം നമ്മളൊരു സ്വപ്ന ലോകത്തേക്ക് കയറി ചെന്നൊരു ഫീലായിരിക്കും ഐക്കയിലേക്ക് പോയാലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടതുപോലെ തന്നെ കയറി ചെന്നപ്പോൾ തന്നെ കണ്ടത് ഭയങ്കര കളർഫുള്ളായിട്ട് ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെയിലിന് വേണ്ടിയിട്ടാണ് ഇട്ടേണേ. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കത് അപ്പം തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ക്രിസ്മസ് ട്രീ അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യാം. അതല്ലാതെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഡെക്കോർ ഐറ്റംസ് ചെറിയ ചെറിയ പീസായിട്ട് വാങ്ങുന്നെങ്കിൽ അങ്ങനെയും വാങ്ങാം. അപ്പോൾ എല്ലാത്തിൻ്റെയും വില അതിൻ്റെ പ്രൈസ് ടാഗൊക്കെ അത് കൊടുത്തിട്ടുണ്ടാവും. ഞാനിങ്ങനെ നോക്കുക അങ്ങനെ ആ ഒരു ചെറിയൊരു ബെല്ലിന് തന്നെ 80, 75 അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ല ഐക്യുള്ളത്. കുറച്ചൊരു പ്രൈസാണ്, ചിലതിനൊക്കെ ഭയങ്കര ഓവർ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുറത്തുള്ള ഷോപ്പുകളിൽ നിന്ന് എന്തുകൊണ്ട് ഐക്യ ഇത്ര വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ഡെമോൺസ്ട്രേറ്റ് ചെയ്താണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്നത് ഒരു ബെഡ്റൂമിലാണ്. ഈ ബെഡ്റൂമിൻ്റെ ഫുൾ കോസ്റ്റ് തന്നെ ഒരു 1 ലാഖിൻ്റെ സംതിങ് അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ഇത് അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം. അതിനകത്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും പർച്ചേസ് ചെയ്യാം. ഈ കാണുന്നതും ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിനകത്തും ചെയ്തിരിക്കുന്ന ഓരോ ഡ്രസ്സിൻ്റെ തൂക്കിയിട്ടിരിക്കുന്ന ഹാങ്ങറിന് പോലും പൈസ അവർ കൊടുത്തിട്ടുണ്ടാകും. അത് മാത്രമായിട്ടാണെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഈ ലൈറ്റ് അങ്ങനെ നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പുതിയ ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഫേർണിഷ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു ഡെമോ കിട്ടണം, കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇവിടെ വരുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഇപ്പോൾ തന്നെ കിച്ചൺ നമുക്കൊരു എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് ഈ ഐക്കയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഇത് കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ അടിപൊളിയാണ്. പുറത്തുള്ള പ്രൈസുമായിട്ട് ഐക്കയിലെ പ്രൈസിനെ കമ്പയർ ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇപ്പം ആ വുഡൻ സ്പൂണിൽ തന്നെ 149 ആണ്. നമ്മുടെ കടകളിൽ നിന്ന് നമുക്ക് 60 രൂപയ്ക്കും കാര്യങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനും കാര്യങ്ങളാണ്. നമ്മൾ അറിയാതെ തന്നെ ചിലത് വാങ്ങിച്ചു പോകും. ഞങ്ങൾ പോയതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കൈ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയൊക്കെ ആൾക്കാരുടെ ഒരു മേളം തന്നെയായിരുന്നു അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ലിവിങ് റൂം ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഭയങ്കര ഒരു നമ്മളെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു തീമല്ല. ശരിക്കും ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് രീതിയിലാണ് ഇവരുടെ ഡെമോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് എസ്തെറ്റിക്കും അല്ലെങ്കിൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സംഭവങ്ങൾ തോന്നിക്കുക. പിന്നെ എല്ലാത്തിനും ഭയങ്കര ടോപ്പ് ക്വാളിറ്റി ആയിരിക്കില്ല. നമ്മൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങണം. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ ചിലതൊക്കെ ഓവർ പ്രൈസാണ്. അത്രയും പ്രൈസൊന്നും കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരാവശ്യമില്ലെങ്കിൽ പോലും വാങ്ങാനൊന്നും അല്ലെങ്കിൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ടേബിളും അല്ലെങ്കിൽ ചെയറും ഒക്കെ അതിനകത്തൊക്കെ അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കാനിരിക്കുന്ന പിള്ളേരുകൾ, വർക്ക് ചെയ്യാനിരിക്കുന്ന ആൾക്കാർ, പിന്നെ കുറേ ഡിസ്കഷൻസ് മീറ്റിങ്സിന് ഒക്കെ ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ആക്ച്വലി നമുക്ക് അങ്ങനെ ഇന്ന സമയത്ത് കയറിയിട്ട് പോകണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ലുലു മോൾ കൈൻഡ് ഓഫ് ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും വയറ് നിറച്ച് കഴിക്കാൻ പാകത്തിന് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. എന്നാൽ പോലും ഇത്രയും സാധനങ്ങളാണ്. നമ്മളൊരു 6-7 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേർക്ക് വേണ്ടിയിട്ട് ഇത്രയും സംഭവങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ. ഇതിന് തന്നെ ഒരു 1000 ഉള്ളിൽ നമ്മൾ വരുന്നതേ വാങ്ങിയുള്ളൂ കേട്ടോ. അങ്ങനെ പക്ഷെ ഭയങ്കര വിശപ്പായിരുന്നു എല്ലാവർക്കും. ആ സമയം നല്ല വിശക്കുന്ന സമയം തന്നെയായിരുന്നു. ഏകദേശം ഒരു ഈവനിങ് ഒരു 6:30, 7:30 അറൗണ്ട് ആ ടൈമൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ എനിക്ക് കുറച്ചെങ്കിലും അട്രാക്റ്റീവായിട്ട് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഫിയും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങുമ്പോൾ
ഒരൊറ്റ കപ്പ്, ഇവിടെ കപ്പാണ് പ്രൈസായിട്ട് എടുക്കുന്നത്. അതായത് ഒരു കപ്പ് വാങ്ങുവാണെങ്കിൽ നമുക്കത് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീഫിൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് ചായക്ക് വേണ്ടി ഒരു കപ്പും പിന്നെ ഡ്രിങ്ക്സിന് വേണ്ടി ഒരു കപ്പും 90 റുപ്പീസായിരുന്നു. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീഫിൽ ചെയ്യാം. നമ്മൾ 6 പേര് മാറി മാറി, ഒരാൾ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾ പോയി എടുത്ത് കുടിച്ചു, അങ്ങനെയാണ് നമ്മൾ കുടിച്ചത്. അല്ലാതെ 6 കപ്പ് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല. റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിച്ച 2 പേസ്ട്രീസും പിന്നെ വെജീസും അതുപോലെ തന്നെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ അവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് കഴിച്ചത്. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു, കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും സംഭവങ്ങൾ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും ഓരോ ബൈറ്റ് വെച്ച് എടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കിട്ടുമ്പം ഭയങ്കര ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തില്ലേ? അങ്ങനെ ഭയങ്കര ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്താണ് എല്ലാ സംഭവങ്ങളും കഴിച്ചത്. ഈ ചീസ് കേക്ക് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കുറച്ച് ഓവറായി പോയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ശരിക്കും ചോക്ലേറ്റ് കേക്കിനെക്കാട്ടിലും ഒരുപാട് ടേസ്റ്റ് കൂടുതൽ ചീസ് കേക്കിനായിരുന്നു. പക്ഷേ എക്സ്പ്രഷൻ ഇട്ടത് ചോക്ലേറ്റ് കേക്കിനാണെന്ന് മാത്രം. നമ്മൾ വാങ്ങിച്ചതിൽ നമുക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്നൊരു സാധനം വെജിൻ്റെ ഒരു പപ്സ് പോലെ ഉണ്ടായിരുന്നു. അത് മാത്രമാണ്, അത് ഭയങ്കര ഒട്ടും നല്ലതായിരുന്നില്ല എൻ്റെ ടേസ്റ്റ്. ബാക്കിയെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചില സാൻഡ്വിച്ച് ഒരെണ്ണമുണ്ടായിരുന്നു, അത് ഭയങ്കര ടേസ്റ്റ്. ഇപ്പം ഞാൻ കഴിക്കുന്ന ഈ സാൻഡ്വിച്ച് ഭയങ്കര ക്രീമി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം 1-2 ബൈറ്റ് വെച്ച് കിട്ടുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നഗറ്റ്സ് നമ്മൾ വാങ്ങിച്ചത് ഒരു ബൗൾ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ബൗളും കൂടി വാങ്ങിച്ചു. കാരണം ഇത്രയും പേരുണ്ട്, കുറച്ച് ഫുഡേ ഉള്ളൂ, നമുക്കാണെങ്കിൽ ഭയങ്കര ആക്രാന്തം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഒരു ബൗളും കൂടി വാങ്ങിച്ച്. സമയം കൈപ്പിടിച്ച് ആരും അയക്കലോട്ട് പോകണ്ട. കാരണം നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാമെന്ന് പറയണത് നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. അത്രയ്ക്കും വൈഡായിട്ട് കുറേ സംഭവങ്ങൾ നമുക്ക് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഡ്രിങ്ക്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് റാസ്ബെറിയുടെ, ബ്ലൂബെറിയുടെ ചെറിയൊരു വൈൻ മിക്സ് ഉള്ളൊരു ടേസ്റ്റും കാര്യങ്ങൾ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എത്ര വേണമെങ്കിലും നമുക്കത് റീഫിൽ ചെയ്ത് കുടിക്കാം. ഒരു ഗ്ലാസ്സിന് 90 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെയും നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാം കേട്ടോ. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം വെറൈറ്റിയാണ്. അവിടെ കുറേ നേരം അങ്ങനെ നിന്ന് പോവും. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 199 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ആണ്. പിന്നെ ഈ ഒരു വാഷിംഗ് ബേസൺ, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? വേണമെങ്കിൽ വാങ്ങാം. പിന്നെ ഈ ഒരു മിറർ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 349 ആയിരുന്നു. ഒരു സൈഡ് നല്ല ബിഗ്ഗായിട്ട് കാണുന്നതും ഒരു സൈഡ് സ്മോളായിട്ട് കാണുന്ന ആ മിററില്ലേ, അതായിരുന്നു. പിന്നെ പ്ലേറ്റ്സിൻ്റെയൊക്കെ ഒരു അപാര കളക്ഷൻസ് ആയിരുന്നു. ആക്ച്വലി ചില ഏരിയാസ് ചെല്ലുമ്പോൾ ഞാൻ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യാൻ തന്നെ ഞാൻ ചില സമയത്ത് മറന്നു പോയായിരുന്നു. അത്രയും കണ്ണിന് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ചില സംഭവങ്ങൾ ഭയങ്കര അട്രാക്റ്റീവാണ്. ചിലത് ഞാൻ കാണാത്ത ഐറ്റംസ്, കുറേ സംഭവങ്ങൾ, കിച്ചൺ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു നീരാളീനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 450 550 അങ്ങനെ എന്തോ ആ ഒരു റേഞ്ചിലായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ ബെഡിൽ നമുക്ക് വിരി, കർട്ടൻസ്, തലേണ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള ഡെക്കറേഷൻ ഐറ്റംസും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസും ഇതുപോലത്തെ മാത്രമല്ല, ലൈവായിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. ആ സെക്ഷനിലേക്കിട്ടൊന്നും ഒരുപാട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. കാരണം നമ്മൾക്ക് അപ്പം തന്നെ നമ്മളവിടെ ഏകദേശം നമ്മളവിടെ ഒരു 2-2.5-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെടിയൊക്കെ എൻ്റെ വീട്ടിൽ ഒരുപാടുള്ള സംഭവമാണ്. ഇതിന് തന്നെ ഒരു 300-400 റേഞ്ചൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വാങ്ങുമ്പോഴുള്ള റേറ്റൊക്കെ വരുന്നത്. എന്തായാലും ഐക്ക് ഇതുവരെ ഒന്നും പോയി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം അവസരം കിട്ടുമ്പോൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. ഈ ലൈറ്റ്സിൻ്റെയൊക്കെ സെക്ഷൻ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്ത രീതിയിലാണ്. നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പം അവരെ ബെഡ്റൂമിൻ്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന കുറേ ലാമ്പും ലൈറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഇങ്ങനെ ഒരുപാട് കാണാത്ത ടൈപ്പും നമ്മളിതുവരെ നമ്മുടെ വീട്ടിലേക്കൊന്നും നമ്മൾ വാങ്ങുമെന്ന് വിചാരിക്കാത്ത കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുതിയ വീടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് കാണണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. പിന്നെ നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, കാരണം എല്ലാത്തിനും കറക്റ്റായിട്ട് അവർ പ്രൈസ് ടാഗ് തൂക്കിയിട്ടേക്കുന്നുണ്ട് തന്നെ. ഒന്നിനും എത്ര രൂപയാണെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ ഐക്കേന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ്റെ ഒരു കടയിലാണ് പോയത്. അവിടെ നല്ല അടിപൊളി മീൽസൊക്കെ കഴിച്ചു. ബീഫ് ഫ്രൈയും ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ലോണം മൃഷ്ടാന ഭോജനമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.